നമസ്കാരം. സ്നേഹവും കരുണയും കൊണ്ട് ആയിരത്തിലധികം ജീവിതങ്ങൾക്ക് ഒരു കൈത്താങ്ങായ ഒരു കൂട്ടായ്മയുടെ കഥയാണിത്. വെറും 4 വർഷം കൊണ്ട് അവർ തീർത്ത ഈ അത്ഭുത ലോകത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? 1000-ലധികം. ഈ സംഖ്യ ഒറ്റനോട്ടത്തിൽ ഒരു സാധാരണ കണക്ക് മാത്രമായി തോന്നാം. പക്ഷേ ഇതിനു പിന്നിൽ ഒരുപാട് പേരുടെ പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെയും ഒക്കെ കഥയുണ്ട്. എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതാണ് ആ കഥ. 1000-ലധികം പേരെയാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അത്രയും കുടുംബങ്ങളുടെ സന്തോഷമാണ്, അവരുടെ പ്രതീക്ഷയാണ് വീണ്ടെടുത്തു കൊടുത്തത്. അപ്പോ ഈ സംഖ്യയ്ക്ക് എന്തുമാത്രം വിലയുണ്ടാവും? അപ്പോ സ്വാഭാവികമായും നമുക്കൊരു സംശയം വരും. ആരാണ് ഈ അത്ഭുതത്തിന്റെ പിന്നിൽ? 4 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു മാറ്റം കൊണ്ടുവന്ന ആ സ്ഥാപനത്തെ നമുക്കൊന്ന് അടുത്തറിയാം. ഇതാണ് ആ സ്ഥാപനം. കനിവ് പാലിയേറ്റീവ് കെയറിന്റെ ടി.കെ. വത്സൻ സ്മാരക സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ. പേര് പോലെ തന്നെ കനിവുള്ള പ്രവർത്തനങ്ങൾ. രോഗികൾക്ക് ആശ്വാസം നൽകുന്ന പാലിയേറ്റീവ് കെയറിനൊപ്പം സൗജന്യ ഫിസിയോതെറാപ്പിയിലൂടെ ഒരുപാട് പേർക്ക് തുണയാവുകയാണ് ഇവർ. പക്ഷേ ഇവരുടെ സേവനം ആ സെന്ററിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നല്ല കേട്ടോ. ആ കരുതലിന്റെ സ്നേഹവലയം അതിലും എത്രയോ വലുതാണ്. പ്രധാനമായും 2 രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഒന്ന്, അവരുടെ സെന്ററിൽ വെച്ച് തന്നെ ഒരുപാട് പേർക്ക് ചികിത്സ കൊടുക്കുന്നു. പിന്നെ കിടപ്പിലായ രോഗികളിലെ അവരെ സ്വന്തം വീടുകളിൽ പോയി പരിചരിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക ടീമും ഒരു വാഹനവും ഇവർക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ സഹായം ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് ഇവരങ്ങോട്ട് ചെല്ലുകയാണ്. ഇപ്പോൾ 4 വർഷമായി ഇവരിതൊക്കെ ചെയ്യുന്നു. പക്ഷെ അവരുടെ പ്രവർത്തനം ഇവിടെ തീരുന്നില്ല. ഇനി അങ്ങോട്ട് അവരുടെ സ്വപ്നങ്ങൾ ഇതിലും വലുതാണ്. പുതിയ കുറേ പദ്ധതികൾ അവരുടെ മനസ്സിലുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുന്നോട്ട് പ്രധാനമായും 2 പുതിയ കാര്യങ്ങളാണ് അവർ ലക്ഷ്യമിടുന്നത്. ഒന്ന്, ക്യാൻസർ രോഗികൾക്ക് പിന്തുണയും സഹായവും കൊടുക്കാൻ വേണ്ടി ഒരു പുതിയ പ്രോജക്റ്റ്. പിന്നെ എപ്പോൾ വേണമെങ്കിലും രക്തം നൽകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രക്തദാനസേന. രണ്ടും എത്രമാത്രം അത്യാവശ്യമുള്ള കാര്യങ്ങളാണെന്ന് നമുക്കറിയാലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും തോന്നില്ലേ, ഈ നല്ല യാത്രയുടെ ഒരു ഭാഗമാകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്? തീർച്ചയായും പറ്റും. നിങ്ങൾക്കും ഇതിൽ പങ്കുചേരാം. എങ്ങനെയാണെന്നല്ലേ പറയാം. പക്ഷേ അതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇത്രയും വലിയ പ്രവർത്തനങ്ങളൊക്കെ ഇനിയും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്താണ് വേണ്ടത്? എവിടെ നിന്നാണ് ഇവർക്കതിനുള്ള ശക്തി കിട്ടുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മളെപ്പോലുള്ള പ്രിയപ്പെട്ടവരുടെ സഹായം. ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത് ആ ഒരൊറ്റ ബലത്തിലാണ്. നമ്മുടെയൊക്കെ ഒരു ചെറിയ പിന്തുണയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. അപ്പോ അവർക്ക് നമ്മുടെ പിന്തുണ നേരിട്ടറിയിക്കാൻ ഒരവസരം വരുന്നുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 29-ന് പള്ളുരുത്തി കച്ചേരിപ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് കനിവിന്റെ 4ാം വാർഷികം ആഘോഷിക്കുകയാണ്. കനിവിന്റെ ജില്ലാ പ്രസിഡന്റായ എസ്. സതീഷാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊപ്പം നിൽക്കാം. ആ നന്മയുടെ യാത്രയിൽ ഒരു കൈത്താങ്ങായി, ഒരു തണലായി നമുക്കും അവരുടെ കൂടെയുണ്ടാകാം. അതെ, നമുക്കൊരുമിച്ച് മുന്നേറാം. ഈ സ്നേഹത്തിന്റെയും കരുണയുടെയും യാത്രയിൽ നമുക്കൊന്നിച്ചു മുന്നോട്ടു പോകാം. നിങ്ങളും കൂടെയുണ്ടാവില്ലേ?